ഭാരതസഭയുടെ അൽഫോൻസ അഗ്നിയിലൂടെ നടന്നുയർന്നു, അവശതയേറെ അനുഭവിച്ചു, അനുഗ്രഹപ്പൂമഴ പെയ്തിറക്കി. ഈശോയിൽ എനിക്ക് ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, ദീപകന്യയുടെ മാതാവിൻ്റെ പൂന്തോട്ടത്തിൽ വിശുദ്ധ അൽഫോൻസാമ്മയുടെ പിറന്നാൾ തിരുനാളോടനുബന്ധിച്ച് ഒരു നവനാൾ പ്രാർത്ഥന നടത്തുന്നു എന്നറിയുന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഈ അവസരത്തിൽ വിശുദ്ധ അൽഫോൻസാമ്മയുടെ വിശുദ്ധിയുടെ രഹസ്യം പ്രാർത്ഥനാപൂർവ്വം അല്പസമയം നിങ്ങളോടുകൂടി വിചിന്തനം ചെയ്യുന്നതിന് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. വിശുദ്ധ അൽഫോൻസാമ്മ സഹനപുത്രി എന്ന് ആണ് അറിയപ്പെടുന്നത്. വിശുദ്ധ അൽഫോൻസാമ്മ ഈശോയെ എല്ലാ വിശുദ്ധരെയും പോലെ അനുകരിച്ച് നമുക്ക് മാതൃക തന്ന നമ്മുടെ സ്വന്തം വിശുദ്ധിയാണ്. സ്വർഗത്തിലേക്കുള്ള നമ്മുടെ യാത്രയിൽ സ്നേഹിതാവായ ദൈവം നമുക്ക് തരുന്ന വഴിയും സത്യവും ജീവനും ഈശോയാണ്. ആ ഈശോയെ അനുകരിച്ചവരാണ് വിശുദ്ധന്മാരെല്ലാവരും. ഈശോയുടെ ജീവിതം ഈശോ തന്നെ നമ്മളെ ഓർപ്പിക്കുന്ന പോലെ പിതാവിൻ്റെ ഇഷ്ടം നിർവഹിക്കുന്നതിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടുള്ളതായിരുന്നു. മനുഷ്യൻ നിലയ്ക്ക് ആ ഇഷ്ടം നിർവഹിക്കുന്നതിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമുള്ള അവസരത്തിൽ മാറ്റിത്തരണമേ എന്ന് പിതാവിനോട് പ്രാർത്ഥിക്കുന്ന ഒരവസരം വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും ഈശോ കൂട്ടിച്ചേർത്തു, ഇതെൻ്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം നിർവഹിക്കട്ടെ എന്ന്. പിതാവിൻ്റെ പക്കലെത്തി ചേർന്നതിന് ഈശോ നമുക്ക് കാണിച്ചിരിക്കുന്ന വഴിയും സത്യവും ജീവനും അതാണ്. ആ ഈശോയെ അനുകരിച്ചുകൊണ്ടാണ് വിശുദ്ധ അൽഫോൻസാമ്മ തൻ്റെ ജീവിതം ഈശോയുടെ ജീവിത തുല്യമാക്കുവാൻ വേണ്ടിയിട്ട് സ്വയം സമർപ്പിച്ചു. ഈശോയെ അവൾ സ്വന്തം മണവാളനായിട്ട് സ്വീകരിച്ചു. അവിടുത്തെ മണവാട്ടിയാകുമെന്നതിന് വേണ്ടിയിട്ട് അൽഫോൻസാമ്മ ആഗ്രഹിക്കുകയും ചെയ്തു. അവൾ അവളുടെ ജീവിതചരിത്രത്തിൽ നമ്മോട് പറയുന്നു, മണവാളന് ഒത്തിരി സ്വത്തുണ്ട്, ആ സ്വത്തിൻ്റെ എല്ലാം അവകാശി മണവാട്ടിയാണ്. എൻ്റെ മണവാളൻ്റെ സ്വത്ത് സഹനമാണ്. ആ സഹനം വഴിയായിട്ടാണ് എൻ്റെ മണവാളൻ എല്ലാം നേടിയെടുത്തത്. മനുഷ്യരെ പാപത്തിൽ മോചിപ്പിച്ച് ഇവിടുന്ന് സുഖം നേടിത്തന്നത് എല്ലാം ഈ സ്വത്ത് ഉപയോഗിച്ചാണ്. അവിടുത്തെ മണവാട്ടി എന്ന നിലയ്ക്ക് ഈ സ്വത്തിൻ്റെ അവകാശി ആകുന്നതിനുള്ള അർഹത എനിക്കുണ്ട്. അപ്പോൾ ആ സ്വത്ത് സമ്പാദിക്കുവാൻ ഞാൻ സ്വയം സമർപ്പിക്കുന്നു. നമ്മുടെയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ സഹനങ്ങൾ മാറ്റി തരണമെന്നും ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തരണമെന്നും അല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എന്നാൽ വിശുദ്ധ അൽഫോൻസാമ്മ സഹനങ്ങൾ മാറ്റിത്തരുന്നത് പ്രാർത്ഥിച്ചിരുന്നത് മാത്രമല്ല, സഹനങ്ങൾ ചോദിച്ചു വാങ്ങി. സ്വന്തം ജീവിത സഹനങ്ങൾ മാത്രമല്ല, മറ്റുള്ളവരുടെ ജീവിത സഹനങ്ങൾ പോലും ഏറ്റെടുക്കുന്നതിനും അങ്ങനെ അവരെ ദൗത്യം നിർവഹിക്കുന്നതിനും സഹായിക്കുന്നതിനും ഉള്ള ആ വലിയ ആഗ്രഹം അൽഫോൻസ പ്രകടിപ്പിച്ചിരിക്കുന്നു. അതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് കണാശ്ശേരി പിതാവ് പനി പിടിച്ച് കിടന്നപ്പോൾ പിതാവിന് ഇടയ സന്ദർശനം നടത്തുന്നതിനൊക്കെ ആവശ്യമുണ്ടായിരുന്നു. സാധിക്കാതെ വന്നപ്പോൾ അൽഫോൻസാമ്മ പിതാവിനോട് പറഞ്ഞു, പിതാവേ ആ പനി എനിക്ക് തന്നേര്. എന്നിട്ട് അൽഫോൻസാമ്മ പനി ഏറ്റെടുക്കുകയും കണാശ്ശേരി പിതാവ് സൗഖ്യത്തോടുകൂടി ഇടയ സന്ദർശനം നടത്തിയുമെന്ന് അൽഫോൻസാമ്മയുടെ ജീവിതചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സ്വന്തം സഹനങ്ങൾ മാത്രമല്ല, മറ്റുള്ളവരുടെ സഹനത്തിന് വേണ്ടി ഇപ്പോഴും സമർപ്പിച്ചിട്ടാണ്. ഇത് ഈശോയെപ്പറ്റി പിതാവ് പൗലോസ്ലിയ നമ്മളെ ഓർപ്പിക്കുന്നതും നമ്മുടെ സുബാനയിൽ ഒരു ഗഹന്ത പ്രാർത്ഥനയിൽ ആവർത്തിക്കുന്നതുമായിട്ടുള്ള കാര്യമാണ്. പിതാവിനോടൊപ്പം സ്ഥാനമുണ്ടായിട്ടും അതൊന്നും നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ തന്നെത്താൻ ശൂന്യത പരീക്ഷിച്ച് പൂർണ്ണമാക്കിക്കൊണ്ട് മരണത്തോടും കീഴ്വഴങ്ങി ആ സഹനത്തിന് വേണ്ടി പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഈശോ നമ്മുടെ സ്വർഗ്ഗത്തിലേക്ക് ആനയിച്ചു, പാപങ്ങൾ മോചിച്ചു. ഈ മണവാളനായ ഈശോയെ അനുകരിക്കുവാനായിട്ടാണ് അൽഫോൻസാമ്മ എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സഹനം അവിടെ സംബന്ധിച്ചിടത്തോളം ദുഃഖത്തിൻ്റെ അവസരമല്ല, സന്തോഷത്തിൻ്റെ അവസരമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സഹിക്കാൻ പാടാത്ത വിധത്തിൽ സഹനം ഉണ്ടായിരുന്ന അവസരത്തിൽ പോലും അൽഫോൻസാമ്മയുടെ മുഖത്തെപ്പോഴും ഒരു മന്ദഹാസം, പുഞ്ചിരി കണ്ടിരുന്നെന്ന് അവരുടെ ശുശ്രൂഷിച്ചവർ ജീവിതത്തിൽ ലഭിച്ചിട്ടുണ്ട്. പരമസഹനം എത്രമാത്രം വിലപ്പെട്ടതാണെന്ന് ജീവിതത്തിൽ കാണിച്ചു തരികയും ആ സഹനം വഴിയായിട്ട് നമുക്ക് ഈശോയുടെ ആ വഴി കാണിച്ചു തന്ന ഒരു വിശുദ്ധിയാണ് വിശുദ്ധ അൽഫോൻസാമ്മ. ഈ വിശുദ്ധ അൽഫോൻസാമ്മയെ നമുക്ക് നൽകിയതിന്, ഈ മാതൃക നമുക്ക് നൽകിയതിന് നൽകുന്ന ദൈവത്തിന് പ്രത്യേകം നന്ദി പറയാം.
ഈ സഹനത്തിൻ്റെ വില മനസ്സിലാക്കുന്നതിൽ കൃപയും പ്രാർത്ഥിക്കാം. ഈശോയുടെ ജീവിതത്തിൽ ഈശോ ഒത്തിരി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുവഴിയായിട്ട് ഈശോയിൽ ഒത്തിരി പേര് വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ പ്രവർത്തിച്ച അത്ഭുതങ്ങൾ, കണ്ണിലെ വീട് നടന്നതും, അന്തർക്ക് കാഴ്ച നേടിയതും, കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തിയതും മരിച്ചു ഉയർപ്പിച്ചതും ഒക്കെ ഉണ്ട്. എന്നാൽ അവയേക്കാൾ കൂടുതലായിട്ട് ഈശോ നമ്മളെ രക്ഷിച്ചത് അവിടുത്തെ പീഡാനുഭവവും മരണവും വിയർപ്പും വഴിയായിട്ടാണ്. അത് ഈശോ തൻ്റെ ജീവിതത്തിൽ കാണിച്ചിരുന്ന വലിയ മാതൃക അനുകരിച്ചുകൊണ്ടാണ് അൽഫോൻസാമ്മ ആ സഹനത്തിൻ്റെ വഴിയായി ജീവിക്കുകയും അത് നമുക്ക് മാതൃകയായിട്ട് കാണിച്ചു തരികയും ചെയ്തത്. അൽഫോൻസാമ്മ തമാശ രൂപത്തിൽ പോലും പറഞ്ഞതായിട്ട് ജീവിതത്തിൽ രേഖപ്പെടുത്തിയിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. അതായത് ഈശോ ചിലപ്പോഴൊക്കെ ഈ ഈശോയെപ്പോലെ സഹനം ഏറ്റെടുക്കുന്നതിന് മണവാട്ടിയായ എന്നെ തോൽപ്പിക്കാമെന്ന് പലപ്പോഴും ചിന്തിക്കുന്നവർ തോന്നും. ഇല്ല, ഈശോയ്ക്ക് എന്നെ തോൽപ്പിക്കാൻ പറ്റുകയില്ല. അത്രമാത്രം ആ സഹനത്തിൻ്റെ വഴി നമ്മെ പഠിപ്പിച്ച വിശുദ്ധ അൽഫോൻസാമ്മയുടെ ഓർമ്മ നമ്മളെയും നമ്മുടെ ജീവിതത്തിൽ എന്താ ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ അവർ സന്തോഷത്തെ സ്വീകരിക്കുന്നതിനും അത് എഴുതി തള്ളേണ്ടതല്ല, സ്വീകരിക്കേണ്ടത് മനസ്സിൽ ജീവിക്കുന്നതിനുള്ള കൃപാവരം ഈ നവതാൾ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും ധാരാളം നീക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അൽഫോൻസാമ്മ കാണിച്ചിരുന്ന ആ സഹനത്തിലെ വഴി നടക്കുന്നതിനും ആ വഴി നടന്ന് നിത്യസ്വാഗത്യത്തിനുള്ള കൃപ നമുക്ക് ലഭിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം ഞങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.